അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകൾ ജിന്നുകളെ സേവിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന, പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, നാം ഈ അടുത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കോഴിയുടെ പച്ച കുഞ്ഞിയെ ഭക്ഷിച്ച സംഭവമായിട്ടുള്ള വീഡിയോസ്. ഈ ജിന്ന് എന്ന് പറയുന്നത്, പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത്, ജിന്നിനെയും മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യരെ മണ്ണിനെങ്കിൽ ജിന്നിനെ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി എന്നാണ്. പലർക്കും ഒരാഗ്രഹം, ഒരു ജിന്നൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്ന് ശരിയാക്കി നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു, ഒരുപാട് ധനം സമ്പാദിക്കാമായിരുന്നു. അതിൽ ജിന്നിനെ കിട്ടാനുള്ള വഴി എന്താണ് എന്നാണ്. ജിന്നെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒരു ജീവിയാണ്. പക്ഷി മൃഗങ്ങൾക്കൊക്കെ അതിനെ കാണാനുള്ള കഴിവുണ്ട്. മൃഗങ്ങൾ അതൊക്കെ കാണും ജിന്നിനെ. ജിന്നിനെ സേവിക്കാൻ സാധ്യമല്ലേ? തീർച്ചയായിട്ടും സാധിക്കും, സേവിക്കുന്നവരുണ്ട്. ജിന്നുകൾ എന്ന് പറയുന്നത്, മനുഷ്യരും ജിന്നുകളെ നോക്കിയാൽ ഏറ്റവും ഉത്തമർ മനുഷ്യരാണ്. ജിന്നിനെ കൊണ്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, എല്ലാം ഒരു ജിന്നിനെ കിട്ടിയത് കൊണ്ട് എല്ലാ കാര്യവും നേടാൻ സാധിക്കുമെന്ന് ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ മനുഷ്യരെയും ജിന്നിനെയും അല്ലാഹു പടച്ചത് എന്തിനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. ജിന്നുകളെ കൂട്ടത്തിൽ സ്വാലിഹത്തായ നല്ല ജിന്നുകളുണ്ട്, പൈശാചികമായ ജിന്നുകളുമുണ്ട്. നമുക്ക് സ്വാലിഹത്തായ ഒരു ജിന്നിനെ കിട്ടിയാൽ നമുക്ക് ഇബാദത്തും പല കാര്യങ്ങളും ചെയ്ത് നന്നായി ജീവിക്കാം. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയാണ്. അവരുടെ ഈ സ്വാലിഹത്ത് തീർച്ചയായും അത് എന്നും നിലനിൽക്കണമെന്നില്ല. അവരുടെ കൽബും മാറിപ്പോകാം. ചിലപ്പോൾ അവർ വളരെ മോശപ്പെട്ടവരാകാനും സാധ്യതയുണ്ട്. നമുക്ക് മുൻകൂട്ടി തന്നെ ഈ ജിന്ന് ഒന്നും വഞ്ചിക്കൂല, ലംഘിക്കൂല, നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ധാരണ അതൊരിക്കലും പറയാൻ പറ്റൂല. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ജിന്നുകളെ സേവിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നവർ, അല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതിനെ സേവിച്ചുകൊണ്ട് പല അത്ഭുതങ്ങളോട് സൃഷ്ടിക്കാൻ വേണ്ടി കൊതിക്കുന്നവർ, ചുരുക്കി പറഞ്ഞാൽ ജിന്നിനെ സേവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് അത് ഭൂഷണമല്ല. എപ്പോഴാണ് അത് ഞങ്ങളെ ചതിക്കപ്പെടുമെന്ന് അറിയില്ല. ജിന്നിനെ സേവിച്ച പല ആളുകൾ ഇന്നും അറസ്റ്റിൽ കഴിയുന്ന പലരുമുണ്ട്. കാരണം ജിന്ന് അതിനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മക്കൊണ്ടത് പലതും ചെയ്യിപ്പിക്കും. പിന്നെ നാം ഏറ്റവും അധപ്പതിച്ചവരിലേക്ക് എത്താൻ സാധ്യതയുണ്ടാകും. കാരണം അത് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടത്. പച്ച കോഴിക്കുഞ്ഞിനെ തിന്നാൻ പറഞ്ഞ് അത് സേവിച്ചവർ മരണപ്പെട്ട് അറസ്റ്റിലായ സംഭവം. ആരാണ് ഇവരോട് ഇത് പറഞ്ഞത്? അത് ഭക്ഷിക്കണമെന്ന് അവരോട് പറഞ്ഞതാരാണ്? ജിന്നാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അവർ ഭക്ഷിക്കാൻ നോക്കി. പല അപകടത്തിനും അവർ ചെന്നെത്തി. ജിന്ന് പലതും കൽപ്പിക്കും. ആ കൽപ്പന ചിലപ്പോ അത് കൊലപാതകയിലേക്ക്, ചിലപ്പോ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദികൾ ആരായിരിക്കും? ആ ജിന്ന് സേവിച്ചവർ അനുഭവിക്കേണ്ടി വരും. ജിന്ന് സേവിച്ച് ഒരുപാട് കാര്യങ്ങൾ നേടാമെന്ന് പറഞ്ഞ് അത് സേവിക്കാൻ വേണ്ടി പോയാൽ പിന്നെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് മുഅ്മിനീങ്ങൾ പോകാതിരിക്കണം. അതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിരുന്നുവെങ്കിൽ, അത് എങ്ങനെയാണ് വാങ്ങേണ്ടതും, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നേടാൻ സാധിക്കുമെങ്കിൽ അത് വാങ്ങേണ്ട വഴിയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാമായിരുന്നു. കാരണം അത് സേവനം കൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. ഉറപ്പായത് സ്വാലിഹത്തായി ഇങ്ങനെ നീങ്ങുമെന്ന് പറയാൻ പറ്റൂലല്ലോ. മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹുവാണ്, കൽബിനെ നിയന്ത്രിക്കുന്നവൻ. ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യർ തന്നെ
നല്ലവരായി ജീവിക്കുന്നു. എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുകയെന്ന് പറയാൻ പറ്റൂല. അതുപോലെ ജിന്നുകളെ കൂട്ടത്തിൽ അങ്ങനെ തന്നെ അവരുടെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റൂല. പിന്നെ അവർ പറഞ്ഞത് ഞാൻ കേൾക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കേട്ടാൽ നമുക്ക് പല ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുഅ്മിനീങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ പോലെ ചിന്തിക്കാനും എല്ലാത്തിനും ജിന്നുകൾക്ക് കഴിവുണ്ട്. അള്ളാഹുവിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന നല്ല നല്ല ജിന്നുകളുമുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന പൈശാചികമായ ജിന്നുകളുണ്ട്. ജിന്നുകളെ സേവിച്ചവർ പലരും പല അപകടത്തിൽപ്പെട്ടതായി നാം വാർത്താമാധ്യമങ്ങളിൽ കണ്ടവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് മുഅ്മിനീങ്ങൾ കടക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുള്ള വിശ്വാസം അത് ഒഴിവാക്കുക. അള്ളാഹുൽ അടിയുറച്ച വിശ്വാസമായിരിക്കണം. അള്ളാഹു നല്ല ഈമാനോട് കൂടിയുള്ള നല്ല മരണം, നല്ല നിലയ്ക്ക് ജീവിക്കാൻ അള്ളാഹു നമ്മേവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.